അപ്പോൾ ഇന്ന് നമുക്ക് ജോർജിയയിൽ ഇന്ത്യൻ സ്റ്റോർ കണ്ടാലോ. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തൊരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് പോകാനും. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യൻ സ്റ്റോറിൽ പോകുന്നത്. പക്ഷേ ലിറ്ററലി ഗൈസ്, നമ്മുടെ നാട്ടിലത്തെ ഒരു ഷോപ്പിൽ പോകുന്ന സെയിം അതേ ഇതാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ ഫീൽ ചെയ്തത്. ആൻഡ് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സ്പൈസസും അതുപോലെ ഇന്ത്യൻ സ്നാക്സും ഒക്കെ അവിടെ അവൈലബിൾ. പക്ഷേ റേറ്റ് നമുക്ക് കമ്പാരിറ്റീവ്ലി നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും റേറ്റ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് സ്വാഭാവികമാണല്ലോ. ഈ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റും സ്നാക്സും ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്ന ശേഷം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു എനിക്ക്. നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന അത്യാവശ്യം എല്ലാ കൈൻഡ് ഓഫ് സ്പൈസസ്, പൗഡേഴ്സും അതുപോലെ അരി ആയാലും എന്തായാലും ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓടിച്ചെന്ന് നമുക്ക് മേടിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.